മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് കഴിഞ്ഞ കുറച്ചായിട്ട് അത്ര നല്ല കാലമല്ല എന്നാണ് തോന്നുന്നത്. ഇന്ന് നിയമസഭയിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം ഉടനെ തന്നെ മുഖ്യമന്ത്രി എണീറ്റ് തിരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും തമ്മിലുള്ള മത്സരയോട്ടത്തെക്കുറിച്ചായിരുന്നു. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലുള്ള അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വകാര്യ ബസ്സുകളുടെ റൂട്ടുകളിൽ KSRTC ഓടിക്കേണ്ട എന്നൊരു നയം ഈ സർക്കാർ വന്നിരുന്നപ്പോൾ എടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി എണീറ്റ് പറഞ്ഞു അങ്ങനെ ഒരു നയം ഇല്ല, അത്തരത്തിലുള്ള നയങ്ങളൊന്നുമില്ല, അൺഹെൽത്തി കോമ്പറ്റീഷൻ ഒന്നും വേണ്ട, പക്ഷേ എല്ലാ റൂട്ടുകളിലും KSRTC ഓടും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അങ്ങനെ അത് അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. അത് ഒരു സംഭവമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊട്ടാരക്കരയിലെ മുൻ MLA ഐഷ പൂറ്റിക്കെതിരെ ചില പരാമർശങ്ങൾ ഒരു ചാനലിനോട് നടത്തി. അതിൽ ഐഷ പൂറ്റി ഉടനടി വ്യക്തമായ മറുപടിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ മുഖമടച്ചുള്ള മറുപടിയാണ് ഐഷ പൂറ്റി കൊടുത്തത്. നമുക്കറിയാം 2006 മുതൽ 2021 വരെ തുടർച്ചയായിട്ട് 3 തവണ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് 15 വർഷക്കാലം CPMന്റെ MLA ആയിരുന്ന വ്യക്തിയാണ് ഐഷ പൂറ്റി. ഏതാണ്ട് 20 വർഷക്കാലം CPMന്റെ ജനപ്രതിനിധിയായിരുന്നു. MLA ആകുന്നതിന് മുൻപ് അവർ ജില്ലാ പഞ്ചായത്ത് അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. 2006 തന്റെ ആദ്യ അംഗത്തിൽ R ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരു അധികായനെ ഏതാണ്ട് 12,000-ലധികം വോട്ടുകൾക്കാണ് ഐഷ പൂറ്റി കൊട്ടാരക്കരയിൽ മലർത്തിയടിച്ചത്. തുടർന്ന് 2011 ആ ഭൂരിപക്ഷം 20,000 വർദ്ധിക്കുന്നു. 2016 ആകുമ്പോഴേക്കും അത് ഇരട്ടിയായിട്ട് 43,000-ഓളം വോട്ടുകളുടെ ഒരു ഭൂരിപക്ഷമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ ജനകീയമായിട്ടുള്ള ഒരു MLA ആണ് ഐഷ പൂറ്റി എന്നത് ആ കണക്കുകൾ നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. ആ 15 വർഷക്കാലം കൊട്ടാരക്കരയുടെ സുവർണ കാലമായിരുന്നു എന്നൊക്കെയാണ് അന്ന് CPM നേതാക്കളും പാർട്ടിയും എല്ലാം അവകാശപ്പെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ ഒരു മാധ്യമത്തോട് പറഞ്ഞത് 2006 ഐഷ പൂറ്റിയുടെ വിജയം അത് കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു ഡീലായിരുന്നു. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2026 ഐഷ പൂറ്റി കോൺഗ്രസിലെത്തിയത് എന്ന വളരെ വിചിത്രമായിട്ടുള്ള യാതൊരു ലോജിക്കുമില്ലാത്ത വിവരമില്ലാത്തവർ പോലും പറയാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവന KB ഗണേഷ് കുമാർ നടത്തിയത്. 2006 R ബാലകൃഷ്ണപിള്ളയെ തോൽപ്പിച്ചത് കോൺഗ്രസ്സുകാർ കാലുവാരിയിട്ടാണ്. അങ്ങനെ R ബാലകൃഷ്ണപിള്ള തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉണ്ടാക്കിയ ഡീല് അന്ന് തന്നെ കോൺഗ്രസിലേക്ക് എത്താമെന്ന് ഐഷ പൂറ്റി കോൺഗ്രസുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് 2026 എത്തുമ്പോൾ അവര് CPMൽ നിന്നും രാജിവെക്കാതെ തന്നെ കോൺഗ്രസിലേക്ക് എത്തിയത് എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങളാണ് ഗണേഷ് കുമാർ പറയുന്നത്. മാത്രവുമല്ല R ബാലകൃഷ്ണപിള്ള കഴിഞ്ഞാൽ ഏറ്റവും അധികം വികസനം കൊട്ടാരക്കരയിലേക്ക് എത്തിച്ചത് നിലവിലെ അവിടുത്തെ MLAയും ധനമന്ത്രിയുമായിട്ടുള്ള KN ബാലഗോപാലാണ്. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയാണ്. ഏറ്റവും കൂടുതൽ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ നടത്തിയ വികസനം നടത്തിയ ഒരു നേതാവാണ് അദ്ദേഹം. മികച്ച ഒരു മന്ത്രിയാണ്, MLA ആണെന്നൊക്കെ അദ്ദേഹത്തെ വലിയ രീതിയിൽ പാടി പുകഴ്ത്തുന്നുണ്ട് ഈ പറയുന്ന ഗണേഷ് കുമാർ. അതിനൊക്കെയാണ് ചുട്ട മറുപടി ഈ പറയുന്ന ഐഷ പൂറ്റി കഴിഞ്ഞ ദിവസം തന്നെ കൊടുത്തത്. ഐഷ പൂറ്റി പറയുന്നത് ഐഷ പൂറ്റിയുടെ ഈ മാറ്റത്തെ കാലുമാറൽ എന്നൊക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത്. അപ്പോൾ ഐഷ പൂറ്റി ചോദിക്കുന്നത് ഈ കാലുമാറലെന്നും ഗണേഷ് കുമാറിന് അറിയാത്ത ഒരു കാര്യമാണല്ലോ എന്നാണ്. 2016 വരെ അദ്ദേഹം UDFനൊപ്പമായിരുന്നു. പിന്നീട് 2016 അദ്ദേഹം LDFനൊപ്പം പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. 2006 തന്റെ പിതാവിനെ ഐഷ പൂറ്റി തോൽപ്പിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗണേഷ് കുമാർ UDFന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഗണേഷ് കുമാറിന്റെ പാർട്ടി കേരള കോൺഗ്രസ് ബി UDFലായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് ബിയുടെ ടിക്കറ്റിൽ UDFന്റെ ഭാഗമായിട്ട് പത്തനാപുരത്ത് നിന്നും വിജയിച്ച വ്യക്തിയാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം 2011 വിജയിച്ചു. അദ്ദേഹം 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കുറച്ചുകാലം മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം വിവാദങ്ങളിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിയേണ്ട ഒരു സാഹചര്യം വരികയായിരുന്നു. അപ്പോൾ അത്തരത്തിലാണ് സാഹചര്യങ്ങൾ എന്നിരിക്കെയാണ് ഗണേഷ് കുമാർ പറയുന്നത് 2006 ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന്. ഒപ്പം അതിന് ഈ പറയുന്ന ഐഷ പൂറ്റി മറുപടി കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തൻ്റെ ഈ മാറ്റത്തെ കാലുമാറ്റം എന്നൊക്കെ പറയുമ്പോൾ ഗണേഷ് കുമാറിനെ കുറിച്ച് എന്തു പറയണം, അദ്ദേഹത്തിന് കാലുമാറാനൊന്നും അറിയാത്ത ആളാണല്ലോ എന്ന നല്ലൊരു പരിഹാസമാണ് മറുപടിയായിട്ട് ഈ പറയുന്ന ഐഷ പൂറ്റി ചോദിക്കുന്നത്. ഒപ്പം തന്നെ വികസന വിഷയത്തില് കൊട്ടാരക്കരയുടെ മണ്ഡലത്തിൽ നടന്ന വികസന വിഷയത്തെക്കുറിച്ച് ഒരു സംവാദത്തിന് താൻ തയ്യാറാണ് എന്ന് വെല്ലുവിളിക്കുകയാണ് ഗണേഷ് കുമാറിനെയും ഒപ്പം തന്നെ CPMനെയും. ഐഷ പൂറ്റി പറയുന്നത് 2006 വരെ
ആ മണ്ഡലത്തിൽ ഒരു വികസനവും ഉണ്ടായിരുന്നില്ല. ഒരു ഫയർ സ്റ്റേഷനെ, ഒരു സിവിൽ സ്റ്റേഷനെ ഒക്കെ കൊണ്ടുവന്നത്, ഒരു റൂറൽ SP ഓഫീസ് എല്ലാം കൊണ്ടുവന്നത് താൻ അവിടെ MLA ആയിട്ട് വന്നതിന് ശേഷമാണ്. അവിടുത്തെ താലൂക്ക് ആശുപത്രിക്ക് 90 കോടി രൂപ അനുവദിച്ചത് പിള്ളയുടെ കാലത്തല്ല, അത് തൻ്റെ കാലത്താണ്. ഒപ്പം തന്നെ കൊട്ടാരക്കര മണ്ഡലത്തിലെ റോഡുകളെല്ലാം തന്നെ മികച്ച റോഡുകളാക്കിയത്, എല്ലാം നന്നാക്കിയത് അത് തൻ്റെ ഈ 15 വർഷ കാലയളവിലാണ്. കഴിഞ്ഞ 5 വർഷം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും മന്ത്രി എന്ന നിലയിൽ KN ബാലഗോപാൽ അവിടെ ചെയ്തിട്ടില്ല. മാത്രമല്ല 2006 മുൻപും ആ മണ്ഡലത്തിൽ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് ഐഷ പോറ്റി നല്ല ഉറച്ച സ്വരത്തിൽ, ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുകയാണ്. ആ വിഷയത്തിൽ തനിക്ക് സംവാദത്തിന് പോലും യാതൊരു മടിയുമില്ല. ഒരു കാര്യങ്ങളും ഒന്ന് റെഫർ പോലും ചെയ്യാതെ താൻ ഇതുവരെ ചെയ്ത 15 വർഷം താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ ഓർമ്മയിലുണ്ട്. ഓർമ്മയിൽ നിന്നും എണ്ണി എടുത്ത് പറയാൻ തനിക്ക് കഴിയും. അത്തരത്തിൽ അവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ടുണ്ട് എന്ന് ഐഷ പോറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വിഷയത്തിൽ ഗണേഷ് കുമാറിനൊരു തർക്കമുണ്ടെങ്കിൽ ഗണേഷ് കുമാർ ഐഷ പോറ്റിയുമായിട്ട് സംവാദത്തിന് തയ്യാറാവുകയാണ് വേണ്ടത്. ഒന്നുകിൽ ഗണേഷ് കുമാർ നേരിട്ട് ചെല്ലുക, അല്ലാന്നുണ്ടെങ്കിൽ KN ബാലഗോപാലിനെ ഏൽപ്പിച്ചാലും മതി. ആരുമായിട്ടാണെങ്കിലും സംവാദത്തിന് താൻ തയ്യാറാണ്. താനായിട്ട് വെല്ലുവിളിക്കുന്നില്ല. ഇത്തരത്തിൽ എന്തെങ്കിലും തർക്കമാർക്കെങ്കിലും ഈ പറയുന്ന വികസനത്തെ സംബന്ധിച്ചുണ്ട് എങ്കിൽ തന്നോട് സംവാദത്തിന് വരിക, താൻ അതിന് നല്ലതുപോലെ മറുപടി പറയാം എന്ന് ഈ ഐഷ പോറ്റി KB ഗണേഷ് കുമാറിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികരണത്തിലൂടെ KB ഗണേഷ് കുമാർ CPM-നെ കൂടി വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം 2006 ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐഷ പോറ്റി വ്യക്തിപരമായിട്ട് കോൺഗ്രസുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കത്തില്ല. അപ്പോൾ 2006 CPM കോൺഗ്രസുമായിട്ട് ഡീലുണ്ടാക്കി തൻ്റെ പിതാവിനെ തോൽപ്പിച്ചു എന്നതാണോ ഗണേഷ് കുമാർ പറയുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല. ഒപ്പം തന്നെ ഈ 2006 കഴിഞ്ഞാൽ തൻ്റെ പിതാവായ ബാലകൃഷ്ണ പിള്ളയുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ 2021 മുതലുള്ള ഈ 5 വർഷക്കാലമാണ് അവിടെ വികസനം നടന്നത് എന്ന് പറയുമ്പോൾ അതേ വാദം CPM-നും ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 2006 മുതൽ 2021 വരെയുള്ള 15 വർഷ കാലയളവിൽ ഐഷ പോറ്റി CPM-ന്റെ പേരിൽ MLA ആയിരുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നില്ല എന്ന ഗണേഷ് കുമാറിന്റെ അതേ വാദം CPM-ഉം ആവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതിനും CPM മറുപടി പറയണം. കാരണം അവിടെ അവര് ഈ കഴിഞ്ഞ 15 വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് 2006 മുമ്പ് വരെയുള്ള ഒരു കൊട്ടാരക്കരയല്ല ഇപ്പോഴുള്ളത്. 2006 മുതൽ 2021 വരെയുള്ള 15 വർഷം കൊണ്ട് കൊട്ടാരക്കരയെ വലിയ രീതിയിൽ മാറ്റിയെടുത്തത് ഐഷ പോറ്റിയാണ് എന്നാണ് ആ കാലത്തൊക്കെ തന്നെ CPM അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അവകാശവാദത്തിൽ നമ്മൾ പിന്മാറുന്നുണ്ടോ? ഐഷ പോറ്റിയുടെ കാലത്ത് ഒരു വികസന പ്രവർത്തനങ്ങളും കൊട്ടാരക്കരയിൽ നടന്നില്ലേ എന്ന ചോദ്യത്തിന് CPM-ന്റെ നേതൃത്വം കൂടി മറുപടി പറയേണ്ട ഒരു ബാധ്യത അവിടെ വന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഐഷ പോറ്റി ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം, R ബാലകൃഷ്ണപിള്ള അന്ന് തന്നെ കോൺഗ്രസ് കാലുവാരി തോൽപ്പിച്ചാണ് എന്ന് R ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് ഗണേഷ് കുമാർ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, അദ്ദേഹം ആ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഐഷ പോറ്റി ചോദിക്കുന്നത്, ഇതേ മകനെ കുറിച്ച് R ബാലകൃഷ്ണപിള്ള മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലില്ലേ? ഈ പറയുന്ന 2014 വിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് അദ്ദേഹം സ്വന്തം പിതാവ് തന്നെ ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം, തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം 2001 KB ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് എന്നതാണ്. അദ്ദേഹം ഒരു സിസേറിയൻ ബേബിയാണ്, രാഷ്ട്രീയത്തിലെ ഒരു സിസേറിയൻ ബേബിയാണ് അദ്ദേഹം. എന്തെങ്കിലുമൊക്കെയുള്ള രാഷ്ട്രീയത്തിലെ ഈ പറയുന്ന പ്രവർത്തന പരിചയമോ എന്തെങ്കിലും ത്യാഗങ്ങളോ ഒന്നും അനുഭവിക്കാതെ അച്ഛൻ്റെ പേരിൽ ഇറങ്ങി വന്ന് അവിടെ ഒരു സീറ്റിൽ മത്സരിച്ച് UDF-ന്റെ സീറ്റിൽ ജയിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത, രാഷ്ട്രീയപരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഒരു പിതാവ് ഒരു മകനെ കുറിച്ച് എന്തൊക്കെ പറയാമോ അതെല്ലാം ആ രീതിയിലെല്ലാം വളരെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വളരെ മോശമായ രീതിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് R ബാലകൃഷ്ണപിള്ള. അതും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളും ഈ പറയുന്ന ഗണേഷ് കുമാർ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. എന്തായാലും ഗണേഷ് കുമാറിനെയും CPM-നെ സംബന്ധിച്ച വലിയൊരു പേടി അവിടെ ഉടലെടുത്തിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങൾ, കൊട്ടാരക്കര മണ്ഡലവും പത്തനാപുരം മണ്ഡലവും, ഈ 2 മണ്ഡലങ്ങളും ഇത്തവണ CPM-നെ കൈവിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പത്തനാപുരത്ത് ഗണേഷ് കുമാർ കഴിഞ്ഞ 25 വർഷമായിട്ട് MLA ആണ്. അദ്ദേഹം പലതവണ മന്ത്രിയായിട്ടിരുന്നിട്ടുമുണ്ട്. അവിടെ അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലെ മണ്ണിളകുന്നത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവിടെ തൻ്റെ മണ്ഡലത്തിൽ താൻ തോൽക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തേണ്ടത്. കൊട്ടാരക്കരയിൽ കയറി അവിടെ ബാലഗോപാലിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നും ഗണേഷ് കുമാറിനില്ല. സ്വന്തം കാര്യം നോക്കുക. അവിടെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഗണേഷ് കുമാറിന് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പത്തനാപുരം മണ്ഡലത്തിന് കീഴിൽ വരുന്ന 8 ഗ്രാമപഞ്ചായത്തുകളിൽ 6ലും UDF ആണ് ഇത്തവണ വിജയം കൈവരിച്ചത്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ മികച്ച വിജയം സ്വന്തമാക്കി. അങ്ങനെ ഒരു
ഫലം നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ UDF ഏതാണ്ട് 3000-നടുത്ത് വോട്ടുകളുടെ ഒരു ലീഡാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ജ്യോതികുമാർ ചമക്കാല എന്ന് പറയുന്ന കഴിഞ്ഞ തവണത്തെ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഗണേഷ് കുമാറിനോട് തോറ്റ സ്ഥാനാർത്ഥിയാണ്. അവിടെ വലിയ രീതിയിലൊരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു മുന്നേറ്റമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു വലിയൊരു പേടി, തോൽവി പേടി ഗണേഷ് കുമാറിനെ ഇപ്പോൾ അലട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ഭയത്തിൽ അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിലുമുള്ളത്. 2006 പറഞ്ഞതുപോലെ ഐഷ പോറ്റിവ നമ്മുടെ 12,000 വോട്ടുകൾക്ക് ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചുകൊണ്ട് വിജയം തുടങ്ങുന്നു. പിന്നീട് പടിപടിയായിട്ട് ഈ പറയുന്ന ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. 2016 അവരുടെ അവസാന പോരാട്ടത്തിൽ മൂന്നാമത്തെ ടൈമിൽ അവർ വിജയിക്കുന്നത് ഏതാണ്ട് 42,000-ലധികം വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ KN ബാലഗോപാൽ സ്ഥാനാർത്ഥിയായി എത്തി അവിടെ മത്സരിച്ച് അദ്ദേഹം വിജയിക്കുന്നത് കഷ്ടിച്ച് ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്കാണ്. വോട്ടെണ്ണലിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിട്ടു. വലിയൊരു സമ്മർദ്ദം അദ്ദേഹം അതിജീവിക്കേണ്ട ഒരു സാഹചര്യം വോട്ടെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ രശ്മി ഉജ്ജ്വല പോരാട്ടമാണ് അവിടെ അത്തവണ കാഴ്ചവെച്ചത്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണലിൽ ഒരു ഘട്ടത്തിൽ അട്ടിമറിക്കപ്പെടുമോ എന്ന് പോലും സംശയിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. അവിടെയും CPM-ന്റെ നില ഇപ്പോൾ പരുങ്ങലിലാണ്. ഐഷ പോറ്റി അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമെന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. 15 വർഷത്തോളം അവിടെ MLA ആയിരുന്ന ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ഐഷ പോറ്റിയുടെ വരവ് CPM-നെ തെല്ലുന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അത് ഐഷ പോറ്റി തന്നെ പറയുന്നുണ്ട്. തന്റെ ഈ വരവ് CPM വിട്ടുള്ള തന്റെ പോക്ക് അത് അവർക്ക് വലിയ രീതിയിൽ ഷോക്കായിട്ടുണ്ട്. അവരെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട്. ആ പേടിയിൽ അവരെന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. അതിന് KB ഗണേഷ് കുമാറും ഇങ്ങനെ കൂട്ടു നിൽക്കുന്നു. പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സത്യസന്ധത വേണം. രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലുമൊക്കെ സത്യസന്ധത പുലർത്തണം എന്നൊരു കാര്യം കൂടി ഐഷ പോറ്റി പറയുന്നുണ്ട്. അവർ പറയുന്നത് അവർ കണക്കുകൾ വെച്ചാണ് പറയുന്നത്. തന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കണക്കുകൾ വെച്ച് അവർ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ വായിൽ വരുന്നത് ഇങ്ങനെ കോതയ്ക്കപ്പാട്ടെന്നുള്ള നിലയിൽ പറയാതെ കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാമെന്ന് ഐഷ പോറ്റി വെല്ലുവിളിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CPM ഇപ്പോൾ ഈ ഇഷ്ടമില്ലാത്ത അച്ച് തൊട്ടതെല്ലാം കുറ്റം എന്ന ഒരു നിലയിലാണ് ഐഷ പോറ്റിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഐഷ പോറ്റി പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം അവിടുത്തെ കൗൺസിലർ അവിടെ എത്തി തന്റെ 100 പഴക്കമുള്ള ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 100 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. 1990-ലാണ് തങ്ങളത് മേടിക്കുന്നതെന്ന് ഐഷ പോറ്റി പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. അപ്പോൾ പാർട്ടി വിട്ടതിന് ശേഷം അവരെ ഏതെങ്കിലും തരത്തിലൊക്കെ ദ്രോഹിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം അവര് ഐഷ പോറ്റിയെ ഭയക്കുന്നുണ്ട്, ഐഷ പോറ്റിയുടെ പാർട്ടിയിൽ നിന്നുള്ള പടിയിറങ്ങൽ അത് CPM-നെ തെല്ലുന്നുമല്ല അലോസരപ്പെടുത്തുന്നത് എന്നത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. എന്തായാലും ഗണേഷ് കുമാർ ഇരന്ന് മേടിച്ചു എന്ന് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. ഗണേഷ് കുമാർ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും അക്കമിട്ട് നിരത്തി ചുട്ട മറുപടിയാണ് ഐഷ പോറ്റി കൊടുത്തിരിക്കുന്നത്. ഐഷ പോറ്റി അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവർക്ക് അവിടെ കോൺഗ്രസ് വലിയൊരു സ്വീകരണം ഒരുക്കി. വലിയൊരു ജനപങ്കാളിത്തമാണ് ആ സ്വീകരണത്തിൽ കാണാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത്തരത്തിൽ ഐഷ പോറ്റി വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ CPM-ന്റെ അടിപതറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഈ അവിടുത്തെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന ഗണേഷ് കുമാറിനും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്.